നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കടപ്ര പള്ളിയോടം ചിങ്ങമാസത്തിൽ നീരണിയും. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ജലരാജാവ് ആറന്മുളയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. നിരണം കടപ്ര 18-ാം നമ്പർ ചാക്കമാർ സമുദായത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ പള്ളിയോടം. ചാക്കമാർ സമുദായത്തിൽപ്പെട്ട സാധാരണക്കാരായ 35 കുടുംബങ്ങളാണ് കടപ്രയിലുള്ളത്. ശില്പി ഐരൂർ സന്തോഷിന്റെ നേതൃത്വത്തിലാണ് പുതിയ പള്ളിയോടം പണിയുന്നത്. 41.25 കോൽ നീളവും 16 അടി അമരപ്പൊക്കവും 5.5 അടി പൊക്കവുമുള്ള കൂമ്പുമാണ് പുതിയ പള്ളിയോടത്തിനുള്ളത്. 70 തുഴക്കാർക്ക് കയറാം. 60 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പ്രതിനിധികളായ ER രാധാകൃഷ്ണൻ ഇലഞ്ഞിമാമ്പള്ളത്ത്, S വിനോദ് കോലാമുക്കത്ത് എന്നിവർ പറഞ്ഞു. അപ്പർ കുട്ടനാട്ടിൽ നിന്ന് ആറന്മുളയ്ക്കെത്തുന്ന കടപ്ര പള്ളിയോടത്തിന് ആറന്മുളയുമായി ഏറെ ബന്ധമുണ്ട്. നിരക്കിൽ നിന്ന് 6 മുളകൾ കൂട്ടിക്കെട്ടിയ ചങ്ങാടത്തിലിരുത്തി തേവാരമൂർത്തിയെ പമ്പയിലെ ഓളപ്പരപ്പിലൂടെ സുരക്ഷിതമായി ആറന്മുളയിൽ എത്തിച്ചത് ചാക്കമാർ സമുദായക്കാരാണെന്നാണ് വിശ്വാസം. ഇവരുടെ സ്വന്തമാണ് ഇന്നത്തെ കടപ്ര പള്ളിയോടം. ആറന്മുള ജലമേളയിൽ ആദ്യത്തെ മന്നൻ ട്രോഫി കരസ്ഥമാക്കിയ കടപ്ര പള്ളിയോടത്തിനെ 2018-ലെ പ്രളയം കവർന്നു. അറ്റകുറ്റപ്പണികൾ നടത്തി 2021-ൽ ആറന്മുള ജലമേളയിൽ പങ്കെടുത്തെങ്കിലും വീണ്ടും തകരാറുകൾ കണ്ടെത്തിയതോടെ പഴയ പള്ളിയോടം ദഹിപ്പിച്ച് പുതിയതിനായുള്ള പണികൾ തുടങ്ങി. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.